യെസ്, നാട്ടിലിറങ്ങുന്ന ആനകളൊക്കെ വലിയ പ്രശ്നമുണ്ടാക്കുന്ന കാലമാണ്. മലപ്പുറം മൂർങ്ങാട്ടേരിയിലാണ് ഈ ഒരു കാട്ടാന. നാട്ടിലിറങ്ങിയ ശേഷം ഈ കാട്ടാന കിണറ്റിൽ വീണത്. വെറ്റിലപ്പാറ സ്വദേശി സണ്ണിയുടെ കൃഷിയിടത്തിലെ 25 അടി താഴ്ചയുള്ള കിണറ്റിലാണ് കാട്ടാന വീണത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് കാട്ടാന കിണറ്റിൽ വീണത്. പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ദൃശ്യ പുതിയിടത്തുണ്ട്. വിവരങ്ങൾ നൽകാനായി ദൃശ്യ, വനംവകുപ്പും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒക്കെ എത്തിയിട്ടുണ്ട്. 25 അടി താഴ്ചയുള്ള കിണറ്റിൽ നിന്ന് ആനയെ പുറത്തു കയറ്റുക എന്നുള്ളത് അതീവ ദുഷ്കരമായ ഒരു ദൗത്യം തന്നെയാണ്. ദൗത്യം തുടങ്ങിക്കഴിഞ്ഞോ? ജിൽസി, ദൗത്യം ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇവിടേക്ക് ഇനിയും അതിനുള്ള സാമഗ്രികൾ എത്തിക്കേണ്ടതുണ്ട്. കാരണം JCB പോലുള്ള സൗകര്യങ്ങൾ എത്തിച്ചാൽ മാത്രമേ ഇവർക്ക് ദൗത്യം തുടങ്ങാൻ സാധിക്കൂ. ഇത് മാത്രമല്ല, ഇവിടെ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. കാരണം ഇവർ ഇന്നും ഇന്നലെയുമല്ല കാലങ്ങളായി അനുഭവിക്കുന്ന പ്രശ്നമാണ്. അതിന്ന് പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവർ പറയുന്നത്. കാരണം കാലങ്ങളായി ഇവർ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് കാലങ്ങളായി കണ്ണിൽ അനുഭവിച്ചാണ് ഓരോ രാത്രിയും പകലും ഇവർ കൃഷി ഇടങ്ങൾക്ക് കാവലിരിക്കുന്നത്. എന്നിട്ട് പോലും ഈ ആന ഇറങ്ങുന്ന കാര്യവും ഇങ്ങനെ വന്യമൃഗശല്യവും പരാതിപ്പെട്ടിട്ട് പോലും ഇവർക്ക് ഇതുവരെ ഒരു സഹായമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇടപെടലോ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഈ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായില്ല എന്ന് തന്നെയാണ് ഇവരുടെ പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. നമ്മൾ സംസാരിച്ചതിൽ നിന്ന് ഇവിടെ ഏക്കർ കണക്കിന് കൃഷിഭൂമി നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കൃഷിനാശമുണ്ടായ ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ തന്നെ വലിയ പ്രതിഷേധത്തിനാണ്. ആനയെ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ മാറ്റിയാൽ മാത്രമേ ഇവിടെ നിന്ന് ഈ ഒരു ഏരിയയിലേക്ക് ഇനി ഈ വനഭാഗത്തേക്ക് കയറ്റിവിടാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. കാരണം കുറച്ച് നാൾ മുന്നേ ഈ ഭാഗത്ത് ഈ ആനയുടെ ആക്രമണത്തിൽ ഒരു മരണമുണ്ടായിരുന്നു. അത് മാത്രമല്ല, രാത്രികാലങ്ങളിൽ ഇവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല. 5 മണിക്ക് ശേഷം ഇവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല. ഇവരെ ബൈക്കിൽ വരുന്ന സമയത്ത് ആന മുന്നിലുണ്ടാവുന്നു, ആക്രമിക്കുന്നു. പലരും വിളിച്ചു പറയുന്നത് കൊണ്ട് മാത്രമാണ്, ആനയെ കണ്ട് വിളിച്ചു പറയുന്നത് കൊണ്ട് മാത്രമാണ് പലരുടെയും ജീവൻ രക്ഷപ്പെടുന്നത്, മാറി നിൽക്കാൻ സാധിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. ഇന്നലെ നാട്ടുകാർക്ക് ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമുണ്ടാകും. സ്ഥിരമായി ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അതൊക്കെയാണ് അവർ. മാത്രമല്ല, ഈ ആനയെ പുറത്തെടുത്താൽ കാട്ടിലേക്ക് കയറ്റി വിടുന്നതിനെ പോലും അവർ എതിർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ആന കിണറ്റിൽ വീണിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് അത് സംഭവിച്ചത്? അതായത് ഈ കിണർ ചുറ്റുമതിലൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു, അങ്ങനെയാണോ വീണത്? ഒരു അശ്രദ്ധ, പ്രത്യേകിച്ച് ആന ഇറങ്ങുന്ന മേഖലകളിലാണെങ്കിൽ അത്തരം സംഭവങ്ങളൊക്കെ കർശനമായി നടപ്പാക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഈ ആന കിണറ്റിൽ വീഴാനിടയായ ഒരു സാഹചര്യം? ജിൽസി, ഇന്നലെ രാത്രി 1 മണിയോടെ ആയിരുന്നു സണ്ണി എന്ന ആളുടെ പറമ്പിലെ കിണറ്റിലാണ് വീണത്. ഇതിന് പ്രത്യേകിച്ച് ചുറ്റുമതിലുകളും കാര്യങ്ങളും ഒന്നുമില്ല. ഈ പ്രദേശത്ത് നമ്മൾ നോക്കിയാൽ അറിയാം, ഒരുപാട് വീടുകളുള്ള ഒരു പ്രദേശമാണ്. ഈ ഭാഗത്ത് നിരന്തരമായി ആന ഇറങ്ങുന്ന പ്രദേശമാണ്. പക്ഷെ അതിനെ തടയാനുള്ള കാര്യക്ഷമമായ കാര്യങ്ങളൊന്നും, സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരുപാട് വീടുകളുണ്ട്. ഇയാളുടെ പറമ്പിലെ ഒരു കിണറ്റിലാണ്. ഇവർ കൃഷി ആവശ്യങ്ങൾക്കും അല്ലാതെ വീട്ടിലെ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന കിണറ്റിലാണ് ഇപ്പോൾ ആന വീണിരിക്കുന്നത്. ഇന്നലെ രാത്രി 1 മണിയോടെയായിരുന്നു ഇവർ. ഇതിനു മുൻപ് ഇന്നലെ രാത്രി തന്നെ ആന ഇറങ്ങി ആനയെ തുരത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം മടങ്ങി വീട്ടിലെത്തിയപ്പോഴാണ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആന വീഴുന്ന ശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് പറമ്പിലെ കിണറ്റിൽ ആന വീണ നിലയിൽ കണ്ടത്. പിന്നീട് ഇത് നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് വനംവകുപ്പിനെ അറിയിച്ചു. ഇന്നലെ രാത്രി തന്നെ അവരൊക്കെ തന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ ആനയെ പുറത്തിറക്കാനുള്ള, രാത്രി ആയതുകൊണ്ട് തന്നെ പുറത്തിറക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷമാണ് രാവിലെ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ സമയം വരെ അതിനുള്ള സംവിധാനങ്ങളൊന്നും എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നാട്ടുകാരെ കൂടുതൽ പ്രകോപിതരാക്കുന്നത്. അതായത് ദൃശ്യ, അവിടേക്ക് ഈ JCB അടക്കമുള്ള സംവിധാനങ്ങൾ ഈ പറമ്പിലേക്ക് എത്തിക്കുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? ജിൽസി, നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ചെറിയ ഇടുങ്ങിയ വഴിയാണ്. അധികം വലിയ വാഹനങ്ങളൊന്നും കയറാൻ സാധിക്കാത്ത തരത്തിലുള്ള വഴിയാണ്. അപ്പോൾ JCB പോലുള്ള സംവിധാനങ്ങൾ എത്തിക്കുമ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടും അതിനുള്ളൊരു കാര്യങ്ങൾ പോലും നടന്നിട്ടില്ല എന്ന് തന്നെ വേണം നമ്മൾ കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണ്. കാരണം ഇതുവരെ അതിനുള്ള വാഹനങ്ങളോ സൗകര്യങ്ങളോ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. എങ്കിൽ മാത്രമേ നമ്മൾ അത് എത്രത്തോളം ബുദ്ധിമുട്ടാണ്. ഇടുങ്ങിയ വഴികളാണ്. നമ്മൾ വരുന്ന വഴികളൊക്കെ ചെറിയ ചെറിയ വഴികളാണ്. ഇതൊരു ഉയർന്ന പ്രദേശമാണ്. ഇവിടെ നിന്ന് മുകളിലേക്ക് വേണം വാഹനം എത്തിക്കാൻ. എന്നിട്ട് വേണം ഇതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പക്ഷെ അതിനുള്ള സംവിധാനങ്ങളൊന്നും ഇതുവരെ ഈ സമയം വരെയായിട്ടും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നാട്ടുകാർ അവിടെയുണ്ട്, വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്, പോലീസുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതുവരെ പുറത്തെത്തിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇവിടെ എത്തിയിട്ടില്ല ജിൽസി.
യെസ്, എന്തായാലും ആനയെ പുറത്തെത്തിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇതുവരെ അവിടെ എത്തിയിട്ടില്ല എന്നാണ് ദൃശ്യ പറയുന്നത്. ഇന്നലെ പുലർച്ചെയോടെയാണ് ആന കിണറ്റിൽ വീണത്. 1 മണിയോടെയാണ് ഈ അപകടം നടന്നത്. ഇത്ര സമയമായിട്ടും ആനയെ പുറത്തെത്തിക്കുന്നതിൽ പലതരത്തിലുള്ള പരിമിതികളുണ്ട്. JCB അടക്കമുള്ള സംവിധാനങ്ങൾ അങ്ങോട്ട് എത്തിക്കുന്നതിലൊക്കെ പരിമിതികളുണ്ടെങ്കിലും ഈ ആനയെ കിണറ്റിൽ നിന്ന് പുറത്തെടുത്തേ മതിയാകൂ. അതിനുള്ള എന്തൊക്കെ നടപടികൾ വനം വകുപ്പും ഫയർഫോഴ്സിന്റെ സംഘവും ഒക്കെ നേരത്തെ തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ടെങ്കിലും മറ്റ് രക്ഷാപ്രവർത്തനങ്ങളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല എന്നുകൂടിയാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ ലഭിച്ച ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ്. കൃഷി ആവശ്യങ്ങൾക്കും ഒപ്പം വീട്ടാവശ്യങ്ങൾക്കുമായൊക്കെ ഉപയോഗിക്കുന്ന ഒരു കിണർ കൂടിയാണ്. അവിടെയാണ് ആന വീണിരിക്കുന്നത്. മാത്രമല്ല സ്ഥിരമായി ആന ഇറങ്ങുന്ന ഒരു പ്രദേശം കൂടി ആയതുകൊണ്ട് തന്നെ നാട്ടുകാരും വലിയ പ്രതിഷേധത്തിലാണ്. ഇനി ആന എങ്ങനെയെങ്കിലും പുറത്തെത്തിച്ചാൽ തന്നെ അതിന്റെ കാട്ടിലേക്ക് കയറ്റിവിടാൻ അനുവദിക്കില്ല തുടങ്ങിയ കാര്യങ്ങൾ നാട്ടുകാരും പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ആനയുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു വലിയ പരിമിതിയുണ്ട്. പക്ഷേ അതിലേക്ക് പോലും ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ അതിലേക്ക് പോലും ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ദൃശ്യ പുതിയടത്ത് അവിടെ നിന്ന് നൽകുന്നത്.